ചരിത്രത്തേക്ക് സർവീസ് സഹകരണ ബാങ്ക് സഹകരണ ഓണച്ചന്തയുടെയും ഓണസമൃദ്ധി വായ്പാ പദ്ധതിയുടെയും ഉദ്ഘാടനം നടന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തേക്ക് 1344 സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണച്ചന്തയുടെയും ഓണസമൃദ്ധി വായ്പാ പദ്ധതിയുടെയും ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു. ഇവിടെ സൂചിപ്പിച്ച പോലെ ഇത്തവണ ഓണം നല്ല രൂപത്തിൽ തന്നെ ആഘോഷിക്കാനും ആചരിക്കാനും കേരളീയരായിട്ടുള്ള മലയാളികളായിട്ടുള്ള എല്ലാവർക്കും കഴിയണം എന്ന കാഴ്ചപ്പാടുകൂടി തന്നെയാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഗവൺമെൻറ് നൽകാവുന്ന എല്ലാ സഹായങ്ങളും എല്ലാവർക്കും നൽകുന്നു. തൊഴിലാളികളുടെ ബോണസുകളെല്ലാം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്നലെ മുതൽ ബോണസ് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ബോണസ് ഉള്ളത് കയർ തൊഴിലാളികൾക്കാണ്. 20% മാക്സിമം ബോണസ് കഴിഞ്ഞ് പിന്നെ 9.90 എക്സ്ലേഷൻ കൂടെ ചേർത്ത് 29.9% ബോണസ് തീരുമാനിച്ചു. അത് അവിടെ വിതരണം ചെയ്താൽ എല്ലാ മേഖലയിലും, കയർ മേഖലയിലായാലും മറ്റ് മേഖലയിലായാലും എല്ലാ സ്ഥാപനങ്ങളിലെയും ബോണസ് നമ്മൾ തീരുമാനിച്ചു. സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ 1 മാസം അഡ്വാൻസും പിന്നെ ബോണസും കൂടാതെ DAയും പുതിയ DAയും കൂടെ ചേർത്തിട്ടുള്ള ശമ്പളം അംശമുണ്ട്. പെൻഷൻകാർക്ക് ഒരു DAയും പെൻഷൻ ഈ 1-ാം തീയതി കൊടുക്കുക. ഉദ്ഘാടന സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ രമേശൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗം രജനി ദാസപ്പൻ സ്വാഗതവും സെക്രട്ടറി KV ഷീബ നന്ദിയും പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ഓണസമൃദ്ധി വായ്പാ വിതരണ ഉദ്ഘാടനം ചേർത്തല അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷൈനി നിർവഹിച്ചു. KK കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ S രാധാകൃഷ്ണൻ, ചേർത്തലത്തേക്ക് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ B സലീം, ചേർത്തല സർക്കിൾ സഹകരണ യൂണിയൻ അംഗം R സുഗലാൽ, P ഫൽഗുനൻ, P സുരേന്ദ്രൻ, VP സന്തോഷ്, R പ്രവീൺ, മോഹനൻ മണ്ണാശ്ശേരി, NM സുമേഷ്, S സോബിൻ, KP മോഹനൻ, ബാബുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡും സഹകരണ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന ഓണച്ചന്ത വഴി നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. തെക്ക് സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്തിട്ടുള്ളത് പോളി ഹൗസിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള കൃഷിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. കുക്കുംബർ അടക്കം വലിയ വിപണന സാധ്യതയുള്ള കൃഷിയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അപ്പുറത്ത് മത്സ്യം പ്രത്യേകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള കൃഷിയാണ് ഇന്ന് ലാഭകരമായിട്ടുള്ളത്. കാർഷിക രംഗത്ത് ഒത്തിരി നൂതനമായിട്ടുള്ള രീതികൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉൽപ്പാദനം നമുക്ക് നടത്തുവാനായിട്ട് കഴിയും. കൃഷി ചെലവ് ഗണ്യമായിട്ട് കുറക്കാൻ കഴിയും. ഈ മേഖലയിൽ വലിയ ലാഭം ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്ന് ഇന്ന് ഇത്തരം സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് കാർഷിക മേഖലയിൽ നടക്കുന്നുണ്ട്. വലിയ വിജയങ്ങൾ ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്.